ഹായ്, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ്. 10ാം ക്ലാസ്സിന്റെ ലെറ്റസ് എസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. ലെൻസസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ അതിന്റെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ കടക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ് ഈസ് 20 സെന്റിമീറ്റർ. ഒരു ലെൻസ് ഉണ്ട്, ആ ഒരു ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എത്രയാണ്? 20 സെന്റിമീറ്റർ ആണ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാനിവിടെ എഴുതുകയാണ്. ഒരു ലെൻസ് വരയ്ക്കുകയാണ്. ലെൻസിൽ എന്തുണ്ട്? യെസ്, ഫോക്കൽ ലെങ്ത് കൊടുത്തിട്ടുണ്ട്. അവര് എത്രയാണ്? പോസിറ്റീവ് 20 സെന്റിമീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. ഇവിടെ ഏത് ലെൻസ് ആണെന്ന് പറയുന്നില്ല. കോൺകേവ് ആണോ കോൺവെക്സ് ആണോ എന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്യാണ്? കോൺവെക്സ് ആയിട്ട് ജസ്റ്റ് ഒന്ന് സങ്കല്പിച്ച് വെക്കുകയാണ്. ഓക്കെ, അതിൽ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എൻ ഒബ്ജക്ട് ഈസ് പ്ലേസ്ഡ് 30 സെന്റിമീറ്റർ എവേ ഫ്രം ദ ലെൻസ്. ലെൻസിൽ നിന്ന് 30 സെന്റിമീറ്റർ മാറിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? യെസ്, ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചിത്രം റഫായിട്ടൊന്ന് വരച്ച് നോക്കണം. ഒരു ലെൻസ് വരയ്ക്കുക. ലെൻസിൽ നിന്ന് 30 സെന്റിമീറ്റർ അകലെ എന്തുണ്ട്? ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ് ചോദ്യത്തിൽ പറയുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്, കാൽക്കുലേറ്റ് ഹൗ ഫാർ ദ സ്ക്രീൻ ഷുഡ് ബി പ്ലേസ്ഡ് ടു ഗെറ്റ് എ ക്ലിയർ ഇമേജ്. ഒരു ക്ലിയർ ആയിട്ടുള്ള ഇമേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വെക്കുന്ന സ്ക്രീൻ ഏത് ഡിസ്റ്റൻസിൽ, അല്ലെങ്കിൽ ഇവിടെ ഇൻഡയറക്ട്ലി ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഇമേജിന്റെ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇമേജിന്റെ ഡിസ്റ്റൻസ് അഥവാ വി ആണ് ഈ ഒരു ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വി കാണാനായിട്ട് ഞാൻ നിങ്ങളെ ഒരു ഇക്വേഷൻ പഠിപ്പിച്ചു തന്നിരുന്നു. ഷോർട്ട് കട്ട് ഇക്വേഷൻ ഞാൻ പഠിപ്പിച്ചു തന്നിരുന്നു. എന്താണ്? വി ഈക്വൽ ടു എഫ് ഇൻറ്റു യു ബൈ എഫ് പ്ലസ് യു അല്ലെ, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ ഇക്വേഷൻ ആണ്. ഓക്കെ, ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ പറഞ്ഞ വിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കൂ. ഇവിടെ നമുക്ക് നൽകിയിട്ടുണ്ട് യുവിന്റെ വാല്യൂ നൽകിയിട്ടുണ്ട് അല്ലെ. ഈ ഒരു ക്വസ്റ്റ്യനിൽ യുവിന്റെ വാല്യൂ എത്ര നൽകിയിട്ടുണ്ട്? 30 സെന്റിമീറ്റർ നൽകിയിട്ടുണ്ട്. 30 നമ്മൾ പോസിറ്റീവ് 30 ആണോ നെഗറ്റീവ് 30 ആണോ എടുക്കുക? യെസ്, കഴിഞ്ഞ ചോദ്യം ചെയ്ത പോലെ തന്നെ ലെൻസിന്റെ ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും നെഗറ്റീവ് 30 സെന്റിമീറ്റർ ആണ് നമ്മൾ എടുക്കുന്നത് അല്ലെ. ഇവിടെ നെഗറ്റീവ് 30 സെന്റിമീറ്റർ. ഈ നെഗറ്റീവ് എടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ഉത്തരം എന്ത് ചെയ്തു പോവും? തെറ്റിപ്പോവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ -30 സെന്റിമീറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഇക്വേഷനിലേക്ക് കൊടുത്താൽ പോരെ? ഇത് വി ഈക്വൽ ടു എഫ് ഇൻറ്റു യു ബൈ എഫ് പ്ലസ് യു. ഈ ഷോർട്ട് കട്ട് ഇക്വേഷൻ ആണ് നിങ്ങൾ ഞാൻ പഠിപ്പിച്ചത്. ഓക്കെ, അപ്പൊ വി ഈക്വൽ ടു ഏതാണ്? എഫ് ഇൻറ്റു യു ബൈ എഫ് പ്ലസ് യു. ഈ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ എഫിന് പകരം നമുക്ക് കൊടുക്കാം 20 അല്ലെ. അപ്പൊ 20 ഇൻറ്റു -30 ബൈ 20 പ്ലസ് -30. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, നമ്മൾ ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്ന സമയത്ത് 20 ഇൻറ്റു -30 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ഇൻറ്റു 3 6 അല്ലെ. അപ്പൊ -600 എന്ന് വരും. ഓക്കെ, അപ്പൊ -600. അടുത്ത സ്റ്റെപ്പ് എഴുതാണ് -600 ബൈ, ഇനി താഴെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരു നെഗറ്റീവ് നമ്പർ ഉണ്ട്, ഒരു പോസിറ്റീവ് നമ്പർ ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ഇടണം. ശരിയല്ലേ? അപ്പൊ 30ൽ നിന്ന് 20 കുറച്ചു, എന്നിട്ട് വലുതിന്റെ ചിഹ്നമായ നെഗറ്റീവ് ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പൊ 30ൽ നിന്ന് 20 പോയി കഴിഞ്ഞാൽ 10 ആണ്. 10ന്റെ ചിഹ്നം വരിക നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ -10 നമുക്ക് കിട്ടി. ഇനി നമുക്ക് 0 കട്ട് ചെയ്യാം, നെഗറ്റീവ് കട്ട് ചെയ്യാം. സോ നമുക്ക് ഫൈനലി വിയുടെ വാല്യൂ കിട്ടുന്നത് എത്രയാണ്? ഈ പറഞ്ഞ 60 സെന്റിമീറ്റർ എന്നാണ് കിട്ടുക. ഓക്കെ, പോസിറ്റീവ് 60 സെന്റിമീറ്റർ എന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? വിയുടെ വാല്യൂ കിട്ടുന്നത്. അപ്പൊ ഫസ്റ്റ് ആൻസർ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ആൻസർ എത്രയാണ്? പോസിറ്റീവ് 60 സെന്റിമീറ്റർ. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ ഈ ചോദ്യം നിങ്ങൾ വായിക്കുമ്പോൾ എവിടെയാണ് ഈ പറഞ്ഞ ഇമേജ് ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇമേജ് ഡിസ്റ്റൻസ് ആണെന്നുള്ളത് ഈ ചോദ്യത്തിൽ നിന്ന് എന്ത് ചെയ്യണം? ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല, ചോദ്യത്തിൽ നിന്ന് ഇൻഡയറക്റ്റ് ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട്. ഓക്കെ, സോ നമുക്ക് പറയാം ഇവിടെ എന്താണ്? പോസിറ്റീവ് 60 സെന്റിമീറ്റർ. ക്ലിയർ ആണല്ലോ? യെസ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് 1.2 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് മാച്ചിട്ട് ഇതിന്റെ ഡാറ്റാസ് വീണ്ടും ഒന്ന് എഴുതാണ്. നമുക്ക് ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്, ഓക്കെ, ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് എത്രയാന്ന് പറയുന്നു? 1.2 സെന്റിമീറ്റർ. നമ്മൾ വെറുതെ 1.2 എന്ന് മാത്രമാണ് എഴുതുക? ഇല്ല, പോസിറ്റീവ് 1.2. കഴിഞ്ഞ ചോദ്യം നമ്മൾ ചെയ്ത പോലെ തന്നെ അല്ലെ. പോസിറ്റീവ് 1.2 എന്ന് എടുക്കണം. അപ്പൊ പോസിറ്റീവ് 1.2 എന്ന് എടുക്കാൻ കാരണം എന്താണ്? നമ്മൾ ഹൈറ്റ് എടുക്കുന്നത് എവിടേക്കാണ്? മുകളിലേക്കാണ് അല്ലെ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത്. അപ്പൊ മുകളിലേക്ക് ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ആയിട്ട് എടുക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടി എഫിന്റെ വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എത്രയാണ്? പോസിറ്റീവ് 20 കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ യുടെ വാല്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. എത്രയാണെന്ന്? യെസ്, ഈ പറഞ്ഞ -30 ആണെന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യമാണ് ക്വസ്റ്റ്യനിൽ നൽകിയിരിക്കുന്ന കാര്യം. എന്നിട്ട് അവർ ചോദിച്ചിരിക്കുന്നു, വാട്ട് വിൽ ബി ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ചോദ്യത്തിന്റെ പോലെ തന്നെ HI ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓക്കെ, HI. അപ്പൊ HI കാണാനായിട്ട് നമ്മൾ സ്പെഷ്യൽ ഇക്വേഷൻ പഠിച്ചിട്ടില്ല, പക്ഷേ മാഗ്നിഫിക്കേഷന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം അല്ലെ. അപ്പൊ കഴിഞ്ഞ വീഡിയോ ചെയ്ത പോലെ തന്നെ HI ബൈ HO ഈക്വൽ ടു V ബൈ U. ഈ രണ്ട് ഇക്വേഷൻ എന്ത് ചെയ്യാം? ഒന്ന് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടാവും. ഓക്കെ, സോ HIയുടെ വാല്യൂ നമുക്ക് അറിയില്ല, അതുകൊണ്ട് HI എന്ന് തന്നെ എഴുതി.
ഇനി എച്ച് ഒയുടെ വാല്യൂ അവർ കൊടുത്തിട്ടുണ്ട് അല്ലേ. എച്ച് ഒയുടെ വാല്യൂ എത്രയാണ് കൊടുത്തിരിക്കുന്നത്? യെസ് 1.2. അപ്പോൾ നമുക്ക് 1.2 ഈക്വൽ ടു വിയുടെ വാല്യൂ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിച്ചു. വിയുടെ വാല്യൂ +60 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി വിക്ക് പകരം +60 കൊടുത്തു. ബൈ യുടെ വാല്യൂ ചോദ്യത്തിൽ നൽകിയിട്ടുണ്ട് -30 ആണെന്ന്. ഓക്കെ, -30 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി -30. ഓക്കെ, ഇതിനെ നമുക്ക് കാൽക്കുലേഷൻ ചെയ്താൽ മതി. അപ്പോൾ 0 0 കട്ട് ചെയ്തു. ഇനി ഇവിടെ നിങ്ങൾക്കറിയാം ഡിവൈഡഡ് ബൈ 1.2 ആണ് അല്ലേ. അത് അപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും? ഇൻറ്റു 1.2 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. HI എന്ന് പറയുന്നത് എന്താണ്? HI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6/-3 ഇൻറ്റു 1.2. ഓക്കെ, ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമുക്ക് ഇവിടെ ചെയ്ത് നോക്കാം അല്ലേ. 12 × 6 ചെയ്യാം. 12 × 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും ഇവിടെ? യെസ് 7.2 വരും അല്ലേ. 7.2 ബൈ -3. ഈ 7.2 ബൈ -3 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രയാണ് കിട്ടുക? ഞാനിവിടെ ആൻസർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് എത്ര കിട്ടും? -2.4 സെന്റിമീറ്റർ കിട്ടും. ഓക്കെ, -2.4 സെന്റിമീറ്റർ. ഇത് കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്താൽ മതിയാവും. കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ -2.4 സെന്റിമീറ്റർ എന്നായിരിക്കും നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ടാവുക? ഈ പറഞ്ഞ ഇമേജിന്റെ ഈ പറഞ്ഞ സൈസ് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കഴിഞ്ഞ ചോദ്യം നമ്മൾ ചെയ്ത പോലെ ഇമേജിന്റെ ഹൈറ്റ് നെഗറ്റീവ് ആണ് അല്ലെ. നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് ഈസ് ഇൻവേർട്ടഡ് അല്ലെ. ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും അല്ലെ. തലകീഴായിട്ടുള്ള ഇമേജ് ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. അതുപോലെ റിയൽ ആയിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ സെറ്റാന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ എടുത്ത ഒബ്ജക്റ്റ് എത്രയായിരുന്നു? 1.2 ആയിരുന്നു അല്ലെ. എടുത്ത ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് 1.2 ആയിരുന്നു. പക്ഷെ നമുക്ക് ഇവിടെ ഇമേജ് കിട്ടിയപ്പോൾ 2.4 എന്ന് പറഞ്ഞാൽ ഇവിടെ സ്മോൾ ഇമേജ് ആണോ ഉണ്ടായത്, ലാർജ് ഇമേജ് ആണോ? യെസ്, ഉറപ്പായിട്ടും ലാർജ് ഇമേജ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇത് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ ഇമേജിന്റെ ക്യാരക്ടർ കൂടി പറയാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇതാണ് നിങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യമായിട്ട് നമ്മൾ തൊട്ടടുത്ത വീഡിയോയിൽ തന്നെ വരുന്നുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യണം? ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം. സോ എന്താണ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കൊടുക്കാവുന്നതാണ്. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, സോ താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.